ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ 5, 6, 7, 8, 9 ഇത്രയും ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ബ്രില്യൻ്റ് ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അല്ലേ. സോ അതായത് ചെറുപ്രായം മുതലേ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് രീതിയിൽ പഠിച്ച് അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന നമ്മുടെ ഒരു ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. സോ ആ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം, ഈ വർഷത്തെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നിങ്ങൾക്കറിയാം ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതിയാണ് ഓഫ്ലൈൻ നടത്തുന്നത്, അതുപോലെ തന്നെ ഒക്ടോബർ 2-ാം തീയതിയാണ് ഓൺലൈനായിട്ട് നടത്തുന്നത്. സോ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ പറ്റിയും ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ഒരു ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മുടെ ഈ വീഡിയോയുടെ. സോ ഇന്ന് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. ഒരുപാട് പേർക്ക് സംശയം കാണും അല്ലേ, എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ എന്തായാലും സമയം കളയാതെ നമുക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം അല്ലേ. സോ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ brilliantpala.org സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത്. സോ നിങ്ങളിവിടെ കാണാം നമ്മുടെ സൈറ്റ്. ഇവിടെ നമ്മൾ ബ്രില്യൻറ്റ് പാല എന്ന് തന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പം ഈ ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് നേരെ മുന്നോട്ട് പോവുക. യെസ്, ഇതാണ് നമ്മുടെ ബ്രില്യൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. റിപ്പീറ്റേഴ്സ്, ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ്, ലോങ് ടൈം BSO, ക്ലാസ് 8 to ക്ലാസ് 12 ട്യൂഷൻ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്ത് ക്ലാസ് റൂം ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ കാണാൻ സാധിക്കും ഫൗണ്ടേഷൻ. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി അതല്ലെങ്കിൽ ഏറ്റവും താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ അനൗൺസ്മെൻറ്റ്സിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. അത് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത് ക്ലിക്ക് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ ഈ ഒരു കോഴ്സസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ക്ലാസ് റൂം കൊടുത്ത് മുമ്പോട്ട് പോവാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പം നിങ്ങളുടെ കാണാൻ സാധിക്കും ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സോ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവാം. യെസ്, ഇവിടെ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത് 8, 9. ഓക്കെ, അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സെൻറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും മേളിലായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഈ ഒരു ടാർഗറ്റ്, അതുപോലെ തന്നെ അതായത് 5, 6, 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ 1 year ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്കിത് രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ഓഫ്ലൈനിൻ്റെ ഒരു കോഴ്സ് പ്രൊവിഷനാണിത്. അതുപോലെ തന്നെ ഓൺലൈനിൻ്റെ ഒരു കോഴ്സ് പ്രൊവിഷനാണിത്. ഓഫ്ലൈൻ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഓഫ്ലൈനിൻ്റെ ഒരു കോഴ്സ് ബ്രോഷർ. സോ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറം തന്നെ ഓൺലൈൻ്റെയും കോഴ്സ് ബ്രോഷറുണ്ട്. സോ ഇതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. സോ ഇതിൻ്റെ എല്ലാം താഴെയായിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റർ. സോ ഇത് ക്ലിക്ക് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, നിങ്ങളുടെ കാണാൻ സാധിക്കും നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ID യും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളിവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് ID യും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എന്തായാലും നമുക്കിവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ തന്നെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതും കൊടുക്കുക. ഓക്കെ, എന്തായാലും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിവിടെ കൊടുക്കേണ്ടതാണ്. സോ നിങ്ങൾ 5ാം ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ ക്ലാസ് 5 സ്റ്റഡിങ്, അല്ലെങ്കിൽ 6ാം ക്ലാസ് ആണെങ്കിൽ ഇത് കൊടുക്കുക. സോ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം.
സോ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് നമ്പറിലേക്കാണോ നിങ്ങൾ ഏത് നമ്പർ വെച്ചാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, സോ ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ കൊടുത്ത നമ്പറിലേക്ക് എനിക്കൊരു OTP വന്നിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കാം. യെസ്, അപ്പം നമ്മുടെ ഇവിടെ നമുക്കൊരു സ്റ്റുഡൻറ്റ് പ്രൊഫൈല് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പേരും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID-യും ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈ കോഴ്സസ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ഫൗണ്ടേഷനാണ് കൊടുത്തത്. സോ ഫൗണ്ടേഷൻ, ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഫൗണ്ടേഷൻ. അപ്പം അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഫൗണ്ടേഷൻ ക്ലാസ് 7 ദുബായ് സെൻറ്റർ ഇതും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതനുസരിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. ഓൺലൈൻ ആണെങ്കിൽ ഒക്ടോബർ 2-ാം തീയതിയാണ് ടെസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ എന്തായാലും ഞാനിവിടെ ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് രജിസ്റ്റർ ചെയ്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എൻറോൾ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. യെസ്, അവിടെ ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഫൗണ്ടേഷൻ 2024-25 ക്ലാസ് 7 അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡ്യൂറേഷൻ 2 hours. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് സിറ്റി അതുപോലെ തന്നെ സെലക്ട് സെൻറ്റർ ഇത്രയും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു സെലക്ട് സിറ്റിയും സെലക്ട് സെൻറ്ററും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ വ്യൂ പ്രോസ്പെക്ടസ്, അതായത് ഈ ഒരു ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ബ്രോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ രജിസ്റ്റർ ചെയ്യാം. ഇവിടെ സെലക്ട് സിറ്റി ആൻഡ് സെലക്ട് സെൻറ്റർ സെലക്ട് ചെയ്യാം. സെലക്ട് സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു സിറ്റി കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും കോട്ടയം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സെലക്ട് സെൻറ്റർ, സോ നമ്മുടെ കോട്ടയത്തെ സെൻറ്റേഴ്സാണ് വരുന്നത്. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മാന്നാനം, പാല. സോ ഇത്രയും സെൻറ്റേഴ്സിൽ വെച്ചായിരിക്കും ഈ ഒരു ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ പാല കൊടുക്കുകയാണ്. പാല തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ച് കൊടുക്കണം. നിങ്ങളിപ്പോൾ കോട്ടയമാണെങ്കിൽ നിങ്ങൾ ചങ്ങനാശ്ശേരിയാണ് താമസിക്കുന്നതെങ്കിൽ ചങ്ങനാശ്ശേരി അടുത്താണ് നിങ്ങളുടെ സ്ഥലമെങ്കിൽ ചങ്ങനാശ്ശേരി കൊടുക്കാം, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ആണെങ്കിൽ കാഞ്ഞിരപ്പള്ളി കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും പാല കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ ഒരു ഫീസ് സ്ട്രക്ചർ, ആ ഒരു രജിസ്ട്രേഷൻ ചാർജ് ഇവിടെ വരുന്നതായിരിക്കും 300 rupees ആണ്. സോ എന്തായാലും ഇവിടെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ അത് ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പം രജിസ്റ്റേർഡ് ടെസ്റ്റ് ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്, ഞാൻ ഈ ഒരു ടെസ്റ്റിലേക്കാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. സോ എനിക്കിവിടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണ്. ചില സമയത്ത് ഇവിടെ അപ്രൂവൽ ഓപ്ഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ നിന്ന് അപ്രൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. സോ ഞാനിപ്പം രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ എനിക്ക് അപ്രൂവൽ കിട്ടി. സോ ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ പേയ്മെൻറ്റ്സ് ആണ്. ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈല് ഫില്ല് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്രൂവ് ആയി കഴിയുമ്പം ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ. ഓക്കെ, യെസ്, അപ്പം ഇവിടെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് പേയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. യെസ്, അപ്പോൾ ഇവിടെ അപ്ലോഡ് ഫോട്ടോ ഇൻസ്ട്രക്ഷൻ, അതായത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ സൈസ്, കാര്യങ്ങൾ എത്രയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ എഗ്രി ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്ലോഡ് ഇമേജ്, ഇവിടെ പാസ്പോർട്ട് ഫോട്ടോ ഇൻ JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോ. അതുപോലെ തന്നെ ബിലോ 300 KB 300 KB താഴെ ആയിരിക്കണം ഫോട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, എന്തായാലും അപ്ലോഡ് ഇമേജ് കൊടുക്കാം. യെസ്, അപ്പം ഇവിടെ നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
സോ ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളുക, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെയല്ലേ കൊടുത്തേ നോക്കുക. ഓക്കെ, അത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക, അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ഫുള്ള് കൊടുക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പാലാന്ന് മാത്രം ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഫുൾ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കൺട്രി കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ അതും തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ഫില്ല് ചെയ്ത് കഴിയുമ്പം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. യെസ്, പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങളുടെ നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോഴ്സ് പേയ്മെൻ്റ് ആണ്. സോ അതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഇവിടെ രജിസ്ട്രേഷൻ ചാർജ് 300 രൂപയാണ്. ഇത്രയും രൂപയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ് ഇവിടെ പേ ഓൺലൈനായിട്ട് മാത്രമേ നമുക്കിവിടെ ഈ ഒരു പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓഫ്ലൈനായിട്ട് നമുക്ക് നടത്താൻ സാധിക്കില്ല, ഓൺലൈനായിട്ട് മാത്രമേ നടത്താവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പേ ഓൺലൈനാണ് അടുത്ത സ്റ്റെപ്പ്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സോ ഇത് ക്ലിക്ക് ചെയ്യുക. ഒരു റീഫണ്ട് പോളിസി വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീ ഫോർ സ്ക്രീൻ ടെസ്റ്റ് ഈസ് നോൺ റീഫണ്ടബിൾ. ഓക്കെ, ഐ അഗ്രി. യെസ്, അപ്പം നമ്മളിവിടെ നമുക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. സോ ഞാൻ എന്തായാലും ഇവിടെ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, പേ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു UPI അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഈ ഒരു പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും. ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം. അതിലേക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആ ഒരു സ്ക്രീൻ ടെസ്റ്റിലേക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം ഇതുപോലെ സംശയമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ നല്ലോണം ഹെൽപ്ഫുൾ ആകും. അതുപോലെ തന്നെ ഇനിയും സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവർക്കും അവരുടെയും സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഈ ഒരു വീഡിയോ നല്ലോണം ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു ഫൗണ്ടേഷൻ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.